സോ ഫൈനലി എപ്സ്റ്റീൻ ഫയൽസ്. കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ വ്യൂവേഴ്സ് എവിടെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയി. എൻ്റെ തല ലിറ്ററലി മൊത്തം അടിച്ചു പോയി എന്നുള്ളൊരു അവസ്ഥയായപ്പോഴാണ് ഞാൻ ഒരു 1-2 ദിവസം എടുത്ത് വേണ്ടട ഈ ഭൂതം അവിടെ തന്നെ ഇരിക്കട്ട്, ഇനി കുറച്ച് മനസ്സമാനം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറിയുന്നത്. ഒന്നാമത് ഈ കോൺസ്പിറസി തിയറി ഈ സാധനങ്ങളിലോടൊക്കെ ഒരു നോർമൽ മനുഷ്യനുള്ളതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ഒരു ആകാംക്ഷ എന്നുള്ളൊരു സാധനം എൻ്റെ ലൈഫിൽ ഈ കോൺസ്പിറസി തിയറികളോടുള്ളത് കൊണ്ടും അതിനെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് കേൾക്കാനും ലൈക്ക് എനിക്കത് ഭയങ്കര രസമാണ്, ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞുള്ളൊരു ഭൂതത്തിനെ പിടിച്ച് കയ്യിൽ വെച്ച് തന്നിട്ട് മോനെ നോക്കിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകില്ലേ. ഇത് ഞാനൊക്കെ ശരിക്ക് പലരുടെയും വീഡിയോ കാണുന്നു, നമ്മളായിട്ടുള്ള റെഫറൻസുകൾ എടുക്കുന്നു, ഉപയോഗിക്കുന്നു. കുറച്ചധികം ദിവസം ഇതിൽ ഇൻവെസ്റ്റഡ് ആയിപ്പോയി. പിന്നെ മനസ്സിലായി ഇത്രയും ഒന്നും മനസ്സിലാക്കേണ്ടിയും ഇത്രയും കോൺസ്പിറസി എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. ക്ലീനായിട്ട് ഈ സംഗതി മൈൻഡിൽ കയറ്റുക. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അയാൾ ഇനിയൊരു ന്യൂ വേൾഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മനുഷ്യനാണോ, അതോ ഇനിയിപ്പോൾ ഒരു ഇലുമിനാറ്റി ആണോ, ഒരു ഗ്ലോബൽ എലൈറ്റ്സിൻ്റെ എന്തെങ്കിലും പരിപാടികളാണോ ഇത്? ഇങ്ങനെയുള്ള കോൺസ്പിറസി സംഗതികളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് എന്താണ് ഈ സംഗതി ആക്ച്വലി നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്ന്, അത് പറഞ്ഞു തരുന്നതിലൂടെ എനിക്കും ഒരു മനസ്സമാധാനമായിട്ട് ഞാൻ ഈ വിഷയം എൻ്റെ ലൈഫിൽ നിന്ന് വിടാൻ പോകുന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ ജാനുവരി 20, 1953 ജനനം, ഓഗസ്റ്റ് 10, 2019 ജയിലിൽ മരണം. മരിച്ചോ ഇല്ലേ എന്നുള്ളത് എഗെയിൻ കോൺസ്പിറസി. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി, നിങ്ങൾ ഇയാളെ ഒരു എന്താ പറയുക, എട്ടുകാലിയാക്കി എടുക്കുക, സ്പൈഡർ. ഇയാളൊരു വെബ് നെയ്യാണ്. എട്ടുകാലി കൂട് കൂട്ടുന്നത് പോലെ ഇയാളുടെ ലൈഫിൽ ജെഫ്രി എപ്സ്റ്റീൻ ഒരു കൂട് കൂട്ടി, എട്ടുകാലിനെ പോലൊരു എട്ടുകാലി കൂട്. അതിനകത്തേക്ക് വന്നുപെട്ടവരെല്ലാം ലോകത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ, അവരവരുടെ പ്രൊഫഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഓക്കെ, ഒന്നിലേക്ക് അയാൾ വല വെച്ചതങ്ങനെ പ്രധാനപ്പെട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇയാളെ കൊണ്ട് വല നെയ്യിച്ചതാര്? വളരെ ഒരു നോർമൽ ലൈഫ്, ബേസിക് എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്തൊരാൾ ലൈഫിൽ അയാളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറി അങ്ങനെ ആയി മാറുന്നു, ഒരു കമ്പനി തുടങ്ങുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു പാസ്റ്റ് ഇയാൾക്കുണ്ട്, ജെഫ്രി എപ്സ്റ്റീൻ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അപ്പോൾ ഇതൊന്നും ഒരു ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടില്ലാതെ നടക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ഈ കംപ്ലീറ്റ് ഈ സാധനം വായിച്ച്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എല്ലാ റെഫറൻസുകളും എടുത്തതിന് ശേഷം എൻ്റെ മൈൻഡിൽ പോയ ഒരൊറ്റ കാര്യമുള്ളൂ. അമേരിക്കയാണോ ഗ്ലോബൽ പവർ? ഇസ്രായേലാണോ ഗ്ലോബൽ പവർ? ഇസ്രായേൽ അമേരിക്കനെ വെച്ച് കളിക്കുകയാണോ? മൊസാദിൻ്റെ ഏജൻ്റ് ആണോ ഇയാൾ? ഇനി ഭയങ്കര ക്യൂരിയോസിറ്റി കൂടിപ്പോയി, വാട്ട് ഈസ് ഇസ്രായേൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ജൂതൻ ലോകം ഭരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ഞാൻ എൻ്റെ തലച്ചോറ് വരെ അടിച്ചുപോയി. എനിക്ക് ഈ ജെഫ്രി എപ്സ്റ്റീൻ അല്ലെങ്കിൽ ഇയാളുടെ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ ഈ സംഗതി മൊത്തം ആ ഒരു പോയിന്റിൽ പോയി നിൽക്കുകയാണ്. മൊസാദ്, ഇസ്രായേൽ ഇൻ്റലിജൻസ്, ഇവർ ലോകത്തിൽ ഓരോരുത്തർക്കും വെച്ചിട്ടുള്ള ഈ ട്രാപ്പ്, ഇത് ലൈക്ക് മാൻ, അവിടെയാണ് ശരിക്കും ഞാൻ സ്റ്റക്കായി പോയിട്ടുള്ളത്. ഓക്കെ, എന്നെപ്പോലെ അങ്ങനെ സ്റ്റക്കായവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമുക്ക് ഈ ചെങ്ങായിൻ്റെ ലൈഫ് ഒന്ന് നോക്കാം. ഓക്കെ, ജെഫ്രി എപ്സ്റ്റീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൽട്ടൺ സ്കൂളിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരുത്തം പോയിട്ട് മാത്സും ഫിസിക്സും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാകുന്നു. അതിൽ നിന്ന് മാറി ഈവൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫിനാൻഷ്യൽ അഡ്വൈസറി ആയിട്ട് കുറച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ പല കമ്പനികളുടെയും ലിമിറ്റഡ് പാർട്ട്ണറായി മാറുന്നു. അതിനുശേഷം 1988 ജെഫ്രി എപ്സ്റ്റീൻ ആൻഡ് കോ എന്നു പേരുള്ള ഒരു സ്ഥാപനം ആരംഭിക്കുന്നു. ഓക്കെ, അവിടെയൊക്കെ നിഗൂഢതകളാണ് ഇവനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. പലരും ഇതെങ്ങനെ ഇത്രത്തോളം ഒരു വളർച്ച ഒരാൾക്ക് വരുന്നത്, എങ്ങനെയാണ് ഈ ഗ്ലോബൽ എലൈറ്റ്സുമായിട്ട് ഇയാൾക്കുള്ള കോണ്ടാക്ട്സ് വരുന്നത്, എങ്ങനെയാണ് ഇയാൾ ഈ ഇത്രയും ഫിനാൻഷ്യലി ഗ്രോ ചെയ്തതെന്നുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ഇയാളെക്കുറിച്ചുള്ള ഇത് റിസർച്ചുകളും പലരും നടത്താൻ നോക്കി, പക്ഷേ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല. പിന്നെയാണ് വിക്ടോറിയ സീക്രട്ട് എന്ന ലോക പ്രശസ്ത ബ്രാൻഡിൻ്റെ സ്ഥാപകനായ ലെസ്ലി വെക്സ്നറിൻ്റെ ഒരു കടന്നുവരവ് ഇയാളുടെ എപ്സ്റ്റീൻ്റെ എൻറ്റയർ ലൈഫിലൊരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആവുകയാണ്.
അതിൽ നിന്ന് ലെസ്ലി വെക്സ്നറിൻ്റെ എല്ലാ സ്വത്ത് സമ്പാദ്യങ്ങളും, അയാളുടെ മാൻഷൻ, അയാളുടെ പ്രൈവറ്റ് ജെറ്റ്, അയാളുടെ അസറ്റ്സ് എല്ലാം ഒരു പ്രോമിസറി നോട്ടിൽ എപ്സ്റ്റീന് എഴുതി കൊടുക്കുകയാണ് ഈ ചെങ്ങായി. അവിടെ അയാളുടെ ലൈഫിൽ ഇയാൾ എന്ത് രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് നടത്തിയത്? അങ്ങനെ ഒരു എഴുതി കൊടുത്തൽ നടന്ന് ഇയാൾ ജീവിതത്തിൽ, അതായത് എപ്സ്റ്റീൻ ലൈഫ് സെറ്റാവുന്നത് ഇവിടെ നിന്നാണ്. മനസ്സിലായോ? അപ്പം അതിൻ്റെ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ എയറിലുണ്ട്. അവിടെ മുതൽ ഈ ജെഫ്രി എപ്സ്റ്റീൻ അത്രയും കാലം ചെറിയ രീതിയിൽ കളിച്ചിരുന്ന, വൻ സ്രാവുകളെ പിടിക്കാൻ ചെറിയ രീതിയിൽ കളിച്ചിരുന്ന മദ്യം മദിരാശി പെണ്ണ്, പറ്റ ലോക്കൽ ഭാഷ പറഞ്ഞാൽ മദ്യം മദിരാശി പെണ്ണ്, ഈ മദിരാശി പെണ്ണ് എന്നല്ലേ ഈ സംഗതി എന്ത് ചെയ്ത് അയാൾ വലിയ രീതിയിലുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത്, പൈസ ആയല്ലോ. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? സ്വന്തമായൊരു ദ്വീപ് വാങ്ങുന്നു. ആ ദ്വീപാണ് വെർജിൻ ഐലാൻഡ്സിലുള്ള ലിറ്റിൽ സെയിൻറ്റ് ജെയിംസ്. ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ ന്യൂസുകളും കുറേ റീലുകളും പരിപാടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഈ ദ്വീപിലുള്ളൊരു ടെമ്പിൾ, ഈ ദ്വീപിലാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഈ ദ്വീപ് ചുറ്റിപ്പറ്റി ഇനി ഒന്നും പറയാനും കേൾക്കാനും ബാക്കിയില്ല. ഇവിടെ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബുദ്ധിരാക്ഷസൻ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി ആണ്. ഇയാൾ ക്യാഷ് ചെയ്തത് എവിടെ അറിയോ? ഓരോ സെലിബ്രിറ്റിയിലുപരി ലോക നേതാക്കൾ, സയൻറ്റിസ്റ്റുകൾ, ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ്റെ ഫയൽസിൽ കേൾക്കുന്ന കുറേ പേരുകളിൽ ഇവരൊക്കെ പ്രൈവസിയാണ് ഇവരുടെ ലൈഫിൽ ഏറ്റവും കൺസേൺ ആക്കി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ഇവർക്ക് പ്രൈവസിയാണ് വേണ്ടത്. ഇവർക്ക് പണമുണ്ട്, ഇവർക്ക് പവറുണ്ട്, ഇവർക്ക് എല്ലാം ഉണ്ട് ലൈഫിൽ. പ്രൈവസി ഇല്ലാത്ത ആൾക്കാരാണ്. അവിടെയാണ് എപ്സ്റ്റീൻ എന്ത് ചെയ്തത്? ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള ചരടിട്ട് കൊടുത്തത്. വലിയൊരു ഐലൻഡ് മേടിച്ച്, ഒരു 75-80 ഏക്കറുള്ള ഒരു ഐലൻഡ് വാങ്ങി. കംപ്ലീറ്റ് പ്രൈവസിയാണ് അവിടെ. അവിടെ നമുക്ക് പാർട്ടി നടത്താം, വെള്ളം അടിക്കാം, പെണ്ണ് പിടിക്കാം എന്നുള്ള പറഞ്ഞ സെറ്റപ്പ് ഉണ്ടാക്കി. ലിറ്ററലി ഒരു മസാല പടത്തിൽ ഒരു ഗുണ്ട ചെയ്യുന്ന പോലത്തെ പരിപാടി കാണിച്ച് ഈ ലോക നേതാക്കന്മാർ, ഈ പറഞ്ഞ വലിയ വലിയ സയൻറ്റിസ്റ്റുകളെയും അവരുടെ പ്രൊഫഷനിലെ പ്രൈം ആളുകളെയും വിളിച്ചു കൊണ്ടുവന്ന് റേപ്പ് പാർട്ടീസ് അടക്കം നടത്തി, അവർക്ക് പെണ്ണും കള്ളും വെച്ചു കൊടുത്ത്, അവരെ ഫുള്ള് വിഷ്വൽസ് എടുത്ത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് നെഗോസിയേഷൻസ് തുടങ്ങി. അതാർക്ക് വേണ്ടി എന്നുള്ള ചോദ്യത്തിലാണ് വീണ്ടും മൊസാദ് പോയി നിൽക്കുന്നത്. ഹീസ് എ മൊസാദ് ഏജൻറ്റ് ഓർ നോട്ട്. ഇത്രയേ ഉള്ളൂ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഒരു ബേസിക് സാധനം. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് എനിക്കിത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇനി 2005 14 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയുടെ തുറന്നു പറച്ചിലാണ് എപ്സ്റ്റീൻ്റെ ഈ ലൈംഗിക ചൂഷണങ്ങളുടെ കഥകൾ പുറത്തു വരുന്നത്. എസ്പെഷ്യലി സ്ത്രീകളെ കുട്ടികളെ വെച്ചിട്ടുള്ള ഇവൻ്റെ പരിപാടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക വലിയ വലിയ നേതാക്കന്മാർ, ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ, ഇവൻ ചെറിയ പെൺകുട്ടികളെ വെച്ചു കൊടുത്ത് ഇവനുണ്ടാക്കിയ ഇവൻ്റെ സാമ്രാജ്യം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താൻ ഇവൻ ഉണ്ടാക്കിയെടുത്ത അവൻ്റെ ഈ സ്പൈഡർ വെബ്. ഇവിടെ അന്വേഷണ ഏജൻസികൾ ഇവൻ്റെ ഈ ഐലൻഡ് കയറുന്ന സമയത്താണ്, അതിൻ്റെ തൊട്ട് മുമ്പ് ഈ പറഞ്ഞ വിഷ്വൽസ് അല്ലെങ്കിൽ ഇത് ഡോക്യുമെൻ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഒറ്റയടിക്ക് വാനിഷ് ആവുകയാണ്. ഈ ചെങ്ങായിനെ പിന്നെ അവിടുന്ന് നമ്മളങ്ങോട്ട് കേൾക്കുന്നത് ഇയാൾക്കതൊരു അന്വേഷണം നടക്കുന്നു, പല നെഗോസിയേഷൻസും നടക്കുന്നു. ഈവൻ ജയിലിലാണെങ്കിൽ പോലും ലക്ഷറി ജയിൽ ജീവിതം. ഇയാൾക്ക് കിട്ടിയ വിധിയാണെങ്കിൽ പോലും ഒരു നോർമൽ മനുഷ്യന്, ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ളൊരു മനുഷ്യന് കിട്ടേണ്ടതായിട്ടുള്ളൊരു വിധിയൊന്നുമല്ല ഇവനെതിരെ കോർട്ട് പുറപ്പെടുവിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു. എന്നാലും ഇയാൾക്കെതിരെയുള്ള ഫൈറ്റ്, ഇരകളായിട്ടുള്ള സ്ത്രീകൾ പിന്നെയും ഫൈറ്റ് ചെയ്യുന്നു. ചങ്ങായിനെ വീണ്ടും പിടിച്ചകത്തിടുന്നു. ലാസ്റ്റ് ജയിലിൽ നിന്ന് തീർന്നു പോകുന്നു. ട്രംപ്, ബിൽ ക്ലിൻറ്റൺ, അങ്ങനെ ഒരുപാട് പേര് ഇയാളുടെ ലിസ്റ്റിലുണ്ട്. ബിൽ ഗേറ്റ്സ് അടക്കം ഒരുപാട് പേര് ലിസ്റ്റിൽ. ജസ്റ്റ് പേര് ലിസ്റ്റ് എന്നല്ല, ഈ എപ്സ്റ്റീൻ ഫയൽസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പല റെഫറൻസുകളും ഉണ്ട്. മനസ്സിലായോ? അതിനകത്ത് ഈവൻ നമ്മൾ ഈ കേരള ആയുർവേദ മസാജ് എന്ന് അടിച്ചാൽ പോലും കിട്ടാറുണ്ട്. അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാം മറ്റേ ഷെയ്ഡിൽ കാണാൻ പാടില്ല, എല്ലാവരും മറ്റേ ഷെയ്ഡിൽ കാണാൻ പാടില്ല. ഇതൊരു ഭയങ്കര
സംഗതിയുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാഷണൽ ലീഡേഴ്സിൻ്റെ പേര്, ഓക്കെ, ഇപ്പോൾ മോദിയുടെ പേര് വന്ന സമയത്ത് ഭയങ്കര ഒച്ചയും വിളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പേരുടെ വീഡിയോസ് എന്ന് മനസ്സിലായി എനിക്ക് രാഹുൽ ഗാന്ധിൻ്റെ പേരുണ്ട് അതിനകത്ത്. പക്ഷെ ഇതൊന്നും ജെഫ്രി എപ്സ്റ്റീനെ നേരിട്ട് പോയി കണ്ടതോ അയാളുടെ ഇപ്പോൾ ഒരു പാർട്ടിയിൽ ഷെയർ ചെയ്ത് മറ്റേ പരിപാടി കാണിച്ചോ, നോ, അതൊന്നും അല്ല. മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് ഈ ഇമെയിലുകൾ അയക്കുന്ന ആർക്ക് അയച്ചു, അല്ലെങ്കിൽ എപ്സ്റ്റീൻ ആർക്ക് അയച്ചു, ഇങ്ങനത്തെ സീനുകളൊന്നുമില്ല. അങ്ങനത്തെ സീനുകളില്ലാത്തൊരു സമയത്ത് റിഡാക്ഷൻ വന്ന സ്ഥലങ്ങൾ, ഇതാണ് ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിഡാക്ഷൻ വന്ന സ്ഥലങ്ങളുണ്ട്, ഈ ബ്ലാക്ക് കൊണ്ട് ഇങ്ങനെ മറച്ച സ്ഥലങ്ങൾ. ഇത് ആക്ച്വലി പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഐഡൻറ്റിറ്റി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അത് വിക്ടിംസിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഇതെന്തിനാണ് ഇവിടെ ഈ റിഡക്ഷൻ കൊണ്ടുവന്നതെന്നുള്ളത് സ്റ്റിൽ ഭയങ്കര അനോയിങ് ആണ്. പല പോർഷൻസിലും ഈ റിഡക്ഷൻസ് നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ത്രില്ലടിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടി വരുമ്പോൾ അവിടെ കറുപ്പുകൊണ്ട് റിഡാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ പറയുക, ഇത് പല കാര്യങ്ങളിലും ഇങ്ങനെയാണ് ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസ്. അതായത് ഈ ഭൂതത്തിനൊരു ഈ എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞ ഭൂതത്തിന് നമ്മൾ മുന്നിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് എങ്ങനെ അറിയോ? മില്യൺസ് ഓഫ് ഡാറ്റാസ് വെച്ച് തന്നിട്ട് നിങ്ങൾ ഊഹാപോഹിച്ചോ, നിങ്ങൾ ഊഹാപോഹത്തിന് നിങ്ങൾ എടുത്തോ, ഇങ്ങനെയാണ് ഈ സാധനം വെച്ച് തന്നിട്ടുള്ളത്. ഇതുകൊണ്ട് ഇതിലെ തെറ്റുകാരാണ്, കുറ്റക്കാരാണ്, അല്ലെങ്കിൽ അലിഗേഷൻ ആർക്കെതിരെയൊക്കെ ഉണ്ടോ അവരിതിനൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? വിക്ടിംസ് ആയിട്ടുള്ളവർ വന്ന് തുറന്നു പറഞ്ഞാൽ അടക്കം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കെതിരെ കേസ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഐറ്റം ആയിപ്പോയി ഈ ഒരു സാധനം. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത് അഡ്രിനോക്രോമിൻ്റെ ഒരു കാര്യം. ഇത് നമ്മുടെ അശ്വിൻ മാടപ്പള്ളിയുടെ വീഡിയോനകത്ത് പറയുന്നൊരു സംഗതി. അതല്ലാതെ അഡ്രിനോക്രോം റിലേറ്റഡ് ആയിട്ട് ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു പയ്യനിട്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, മൊസാദ് ഫാക്ടറും അഡ്രിനോക്രോം, ഈ രണ്ട് സംഗതികളാണ് എനിക്ക് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് ഏറ്റവും എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൂട്ടിയ, എനിക്ക് കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള 2 എലമെൻറ്റ്സ്. അതിൽ തന്നെ അഡ്രിനോക്രോമിനെ കുറിച്ച് നമ്മുടെ അശ്വിൻ മാടപ്പള്ളിയിൽ പറയുന്ന വീഡിയോയിൽ പറയുന്ന റെഫറൻസ് അഡ്രിനോക്രോമാണ്. ഇതാണ് ഏറ്റവും ഭീകരമായ കഥ. പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, സെലിബ്രിറ്റീസ് അവരുടെ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടികളെ പേടിപ്പിച്ച്, അതായത് അവർ പേടിക്കുമ്പോൾ അവരുടെ രക്തത്തിൽ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യുകയും അത് രക്തത്തിൽ നിന്ന് വലിച്ചെടുത്ത് അല്ലെങ്കിൽ രക്തം കുടിക്കുകയോ രക്തത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ ശരീരത്തിലേക്ക് കയറ്റുകയോ ചെയ്യും എന്നൊക്കെയുള്ള കഥകളാണ് ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തീർത്തും ഭയാനകമായിട്ടുള്ള ഒന്നാണ്. ഞാൻ എപ്സ്റ്റീൻ ഫയൽസിലെ കുറേ സംഭവങ്ങൾ കണ്ടു നോക്കിയപ്പോൾ കുട്ടികളെയൊക്കെ ഇതുപോലെ ഉപയോഗിക്കുന്നതായിട്ടുള്ള വീഡിയോ ഫുട്ടേജും കാര്യങ്ങളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളത് വസ്തുതയാണ്. അത് ഇതിനായിട്ട് ഉപയോഗിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. കുട്ടികളെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ശാസ്ത്രീയത പറയുവാണെങ്കിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒരടിസ്ഥാനവുമില്ല. അഡ്രിനോക്രോം എന്നത് ലബോറട്ടറികളിൽ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു കെമിക്കൽ മാത്രമാണ്. അതിന് യൗവനം നൽകാനുള്ള കഴിവൊന്നുമില്ല. ഇത് പഴയ ജൂതവിരുദ്ധ കഥയുടെ ബ്ലഡ് ലിബലിൻ്റെ ഒരു പുതിയ രൂപം മാത്രമാണ്. എപ്സ്റ്റീൻ ഫയലുകളിൽ ഒരിടത്തും ഇത്തരം ഒരു രക്തം കുടിക്കലിനെ കുറിച്ച് പരാമർശിച്ചിട്ടുമില്ല. ഇതിൽ അശ്വിൻ പറഞ്ഞ കാര്യങ്ങളോട് എനിക്കൊരു ഓപ്പോസിറ്റ് കോൺസ്പിറസി സാധനം മൈൻഡിലുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും പവർ പൊസിഷനിലിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് പ്രൈവസി മാത്രമല്ല, അവരുടെ ലൈഫിൽ അവർക്ക് വേറൊരു ഐറ്റം ഉണ്ട്. അതായത് യങ് ആവണം, ഏജ് ആവാൻ പാടില്ല, മരിക്കാൻ പാടില്ല. ഇത് ഭയങ്കര ഒരു സീനാണ്. ഇത് നിങ്ങൾ ഈ എന്താ പറയുക, അത്യാവശ്യം ഈ പറഞ്ഞ പവർ പൊസിഷനിലിരിക്കുന്ന വേൾഡ് ലൈറ്റ്സ് വർക്ക് നമുക്ക് കൂട്ടാൻ പറ്റുന്ന അങ്ങനത്തെ ഭാഗത്തിലുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങളെടുത്ത് നോക്കുക. ഈ പല റിസർച്ചുകളും എന്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ, ഇപ്പോൾ ഈ പറഞ്ഞ അഡ്രിനോക്രോമിൽ തന്നെ ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ട് പിന്നെ നിന്ന് പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് എന്നുള്ളത് ഇതുവരെയായിട്ട് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്കൊരു തരം അഡിക്ഷൻ, ഇവരുടെ പ്രൈവസി കിട്ടുമ്പോൾ ഇവർ ഓപ്പൺ അപ്പ് ആവുന്നത് മാത്രമല്ല, ഏജ്, മരണം, ഇതൊരു തരം അഡിക്ഷനാണ്. ഏജ് എസ്പെഷ്യലി ഒരു തരം അഡിക്ഷനാണ് ഈ പറഞ്ഞ വേൾഡ് ലൈറ്റ് ഗ്രൂപ്പിൽ പെട്ടുള്ള ആളുകൾക്ക്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചെറിയ കുട്ടികളെ കൊടുന്ന് വെച്ച് കാഴ്ച നടത്തുന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം അതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളത് എനിക്കെന്തോ അത് വിശ്വസിക്കാൻ ശേഷം പാടുണ്ട്. ഞാനത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് അങ്ങനെ സംഗതി ഇല്ല
എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ തന്നെ ആദിത്യ കൃഷ്ണ എന്ന് പറഞ്ഞുള്ള വ്യക്തി ഇൻസ്റ്റയിലിട്ടൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഈ കേസിലെ വിക്ടിംസിന്റെ ടെസ്റ്റിമോണിയൽസ് വായിച്ചപ്പോൾ തോന്നിയൊരു സംശയമാണ്, എന്താണ് ഈ ടോർച്ചറിങ്ങും കാനിബലിസവും ഒക്കൾട്ടും തമ്മിലൊക്കെ ഉള്ള ഒരു ബന്ധം? അതായത് വേദന ജനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നതിലും ആഭിചാരവും തമ്മിൽ വെറും ഒരു അന്ധവിശ്വാസത്തിന്റെ ബന്ധമാണോ എന്നുള്ളൊരു സംശയത്തിന്റെ പുറകെ പോയപ്പോൾ കിട്ടിയൊരു തിയറിയാണിത്. ഈ തിയറി എന്ന് പറയാൻ കാരണം ഒബ്വിയസ്ലി ഫോർ സേഫ്റ്റി കൺസേൺസ്, ഞാനൊന്ന് എഫേം ചെയ്യുന്നില്ല, വായിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രം. സോ ദ കോൺസ്പിറസി തിയറി സേസ്, ഇനി കാര്യം പറയാം. കുട്ടികളെ ടോർച്ചർ ചെയ്യുന്നതിന് പിന്നിൽ വെറും ഒരു പെർവേർട്ട് പ്ലഷർ മാത്രമല്ല, ഓൾറെഡി അത് ഡാർക്കാണ്. അതിന് പിന്നിൽ മച്ച് ഡാർക്കർ വേറൊരു സൈഡും കൂടിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് സയൻസ് ആൻഡ് ഹിസ്റ്ററി പറയാം. 1937 ഡേവിഡ് എസ്ര ഗ്രീൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് നമ്മുടെയൊക്കെ സെല്ലിൽ എങ്ങനെയാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് പഠനം നടത്തുന്നു. അതിലൂടെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഈ സെല്ലുലാർ എനർജി എത്ര കണ്ട് ഉൽപ്പാദിപ്പിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ സെല്ലിന്റെ ഡീകേ ഡിലേ ആവും. അതായത് എത്ര കണ്ട് സെല്ലുലാർ എനർജി ഉണ്ടോ അത്ര കണ്ട് ആ സെല്ലിന് യൗവനമുണ്ട് എന്ന് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് കണക്കാക്കാം. മനുഷ്യ ശരീരത്തിൽ എപ്പോഴും ഒരേ ലെവൽ എനർജി ആയിരിക്കില്ല. ഇമോഷൻ എനർജിയെ നന്നായിട്ട് സ്വാധീനിക്കും. ആൻഡ് ഏറ്റവും കൂടുതൽ എനർജി ആക്ച്വേഷൻ നടക്കുന്നത് നമുക്ക് സ്ട്രെസ് ആൻഡ് ഫിയർ വരുമ്പോഴാണ്. അത് പരിണാമത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ നേടിയെടുത്തൊരു കഴിവാണ്. നമുക്ക് എപ്പോഴൊക്കെ സംഘർഷമോ ഭയമോ വരുന്നോ അപ്പോഴൊക്കെ ബോഡി ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറും. ആൻഡ് അതുമൂലം എഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്ലഡിലേക്ക് ഇറങ്ങും. ഈ എഡ്രിനാലിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ എഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടാവും. ആൻഡ് ഡോക്ടർ ഡേവിഡ് എസ്രയുടെ അഭിപ്രായത്തിൽ യൗവനത്തിന്റെ രഹസ്യം ഇരിക്കുന്നത് ഈ സെല്ലുലാർ എനർജിയിലാണ്. ആൻഡ് അത് തുറക്കാനുള്ള താക്കോലോ ഈ എഡ്രിനോക്രോം എന്ന് പറയുന്ന ഈ കെമിക്കൽ കോമ്പൗണ്ട്. നൗ ഡോക്ടർ എസ്രയ്ക്ക് ശേഷം LSD ഡ്രഗ്സിനെ കുറിച്ച് റിസർച്ച് നടത്തുന്ന സൈക്കാട്രിസ്റ്റുകളായ എബ്രാം ഹോഫറും ഹംഫ്രി ഓസ്മോണ്ടും ഈ റിസർച്ച് തുടരുന്നു. 1950കളിലും 60കളിലും ഒക്കെ റിസർച്ച് തുടരുന്നു. പലരും ഇത് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നു. പിന്നെ പെട്ടെന്ന് സയന്റിസ്റ്റുകൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ഒരു സംസാരവും ഇല്ലാതായി. പിന്നെ ജേർണലിസ്റ്റുകളും ഫിക്ഷൻ നോവലിസ്റ്റുകളും ഒക്കെ ഇതിനെ ഏറ്റെടുക്കുന്നു. 54ലും 62ലും ഒക്കെ ഇതിനെക്കുറിച്ച് ബുക്കുകൾ ഇറങ്ങുന്നു. 1971 ഹണ്ടർ എസ് തോംസൺ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ബുക്കാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന കോമ്പൗണ്ട് ഒരിക്കലും ഒരു മൃതശരീരത്തിൽ നിന്ന് എടുക്കാനാവില്ല, ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്ന് ഇതെടുക്കാനാവും. അതും ഒരിക്കൽ എഡ്രിനാലിൻ കലർന്ന ബ്ലഡിന് ഓക്സിഡേഷൻ സംഭവിച്ചത് എഡ്രിനോക്രോം ആയാൽ അതിന്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. ഈ തീം വെച്ചിട്ട് 2017 എഡ്രിനോക്രോം എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു. ആൾക്കാരിൽ ഭയവും വേദനയും ഉണ്ടാക്കി എഡ്രിനോക്രോം ഹാർവെസ്റ്റ് ചെയ്യുന്ന സൈക്കോപാത്സിന്റെ കഥ. ആൻഡ് തിയറിസ്റ്റുകൾ പറയുന്നത് വൈ ദീസ് സൈക്കോപാത്സ് ചൂസ് ചിൽഡ്രൻ ഇസ് ബിക്കോസ് ദേ ക്രിയേറ്റ് മോർ എഡ്രിനാലിൻ കമ്പയർഡ് ടു ആൻ അഡൽട്ട്. കുട്ടികളിൽ സ്ട്രെസ്, ഫിയർ, പെയിനും ഒക്കെ ഉണ്ടാക്കി എഡ്രിനോക്രോം ഹാർവെസ്റ്റ് ചെയ്യുന്ന പൈശാചിക പ്രവൃത്തി. ആഭിചാരകർ ഇതിനെ എലിക്സർ ഓഫ് യൂത്ത് എന്ന് വിളിച്ചു. അതിസമ്പന്നർ നിത്യയൗവനത്തിനായി ഇതിനെ ആശ്രയിക്കുകയും ചെയ്തു. ഐ പേഴ്സണലി വാണ്ട് ടു ബിലീവ് ദിസ് ജസ്റ്റ് ആസ് എ കോൺസ്പിറസി തിയറി. ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് മാത്രം ബിലീവ് ചെയ്യാൻ അതെത്ര നമുക്ക് ഓപ്ഷനുള്ളൂ. ഓക്കെ, നമ്മൾ അത്രയും ഇവരൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല, നമ്മൾ ഒരു പുഴുക്കളാണ്. അപ്പം ഇത്രയും വലിയ 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 ആളുകൾ ലോകത്തിൽ, ഇലുമിനാറ്റീസെന്നോ ഗ്ലോബൽ എലൈറ്റ്സെന്നോ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് വിളിക്കുന്ന ഇവരുടെ ഒരു എന്താ പറയുക ലൈഫിലൊരു ഇത്രയും എന്താ പറയുക പ്രൈവസി ആൻഡ് ഇവരുടെ ഇത്രയും പണം, ഇതൊന്നും ഈ ഒരു കൈൻഡ് ഓഫ് സാധനം കിട്ടാൻ ഹാർവെസ്റ്റ് ചെയ്യില്ല. പലരെയും ആകർഷിച്ചിട്ടുള്ള ഇതാണെങ്കിലും ഒരു ഏജ് കഴിഞ്ഞ് ഇപ്പം എത്ര പണം ഉണ്ടാക്കിയാലും എത്ര പവർ പൊസിഷനിലുണ്ടായാലും ഒരു സെർട്ടൻ ഏജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന സാധനമാണ് ഏജിങ് പ്ലസ് മരണം. ഇതിനെ രണ്ടിനെയും സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവരെ കൺവിൻസ് ചെയ്യാൻ ജെഫ്രി എപ്സ്റ്റീനെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിൽ നോക്കിയാൽ മതി. എപ്സ്റ്റീൻ ഫയൽസിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് കുറേ ഈ കുട്ടികൾ ഫാക്ടേഴ്സ് കാണാൻ പറ്റും. കാരണം യങ് ഏജിൽ ആരോരുമില്ലാത്ത, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് ജെഫ്രി എപ്സ്റ്റീനെ കുറിച്ച് ആദ്യമായിട്ട് വരുന്ന കേസിലെ കുട്ടി പറഞ്ഞത് വെച്ച് പിന്നെ ഒരു 2 കുട്ടികൾ വന്ന് പിന്നെ 2ൽ നിന്ന് അത് 2ആയി പിന്നെ അത് 35ആയി, അങ്ങനെ ഈ കേസ് ബിൽഡാവുന്നത്. അപ്പം അതിൽ നിന്നൊരു പാറ്റേൺ ഉണ്ട് അതിനകത്ത്. ഇവരെ ചുമ്മാ ഒരു മസാജിന് എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്ന് ജെഫ്രി എപ്സ്റ്റീൻ ഈ ബാക്കിയുള്ള ആളുകൾക്ക് വെച്ച് കാഴ്ച നടത്തിയതെന്ന് അത് മാത്രമാണോ, അങ്ങനെ മാത്രമായിരിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്ക് പേഴ്സണലി അതെന്തോ കൺവിൻസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഡ്രിനോക്രോമിൻ്റെ കാര്യം കുറച്ചും കൂടി വളരെ ക്യൂരിയസ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ എടുത്തു വെച്ച് നോക്കി സംസാരിക്കുമ്പോഴും നമ്മളെ തല തിന്നു പോകുന്ന ഒരു ഐറ്റമായിട്ട് ഇത് മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇനി അത്ര ഡീപ്പായിട്ട് അതിനകത്ത് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ദ മൊസാദ് ഫാക്ടറാണ്. അഡ്രിനോക്രോം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മൊസാദ് ഫാക്ടർ ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയം മുതൽ പറയുന്നുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞ മാഗ ഗ്യാങ്, അവർ
അവരുടെ ഒരു ഡൗട്ട്ഫുൾ സാധനമായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജൻ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, അതിനവർക്ക് ഒരുപാട് കാര്യകാരണങ്ങൾ വെച്ച് നീട്ടാനുണ്ടായിരുന്നു. അതിലെ മെയിൻ വൈറ്റൽ കാര്യമാണ് ഗിസ്ലിൻ മാക്സ്വെൽ, അതായത് കൂട്ടുപ്രതി. ജെഫ്രി എപ്സ്റ്റീൻ ആസ് വി ഓൾ നോ അയാൾ ഇന്നില്ല, അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണെങ്കിൽ അയാളുടെ കൂട്ടുപ്രതിയായ ഗിസൈൽ മാക്സ്വെൽ ഷീ സ്റ്റിൽ റിമെയിൻസ് ഇൻ ജയിൽ. ഓക്കെ, അവിടെയാണ് ഈ മൊസാദിൻ്റെ പോയിൻ്റ് എനിക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആവുന്ന ഒരു കോൺസ്പിറസി ആയിട്ട് തോന്നുന്നത്. ബിക്കോസ് ഹെർ ഫാദർ റോബർട്ട് മാക്സ്വെല്ലും മൊസാദും തമ്മിലുള്ള ലിങ്ക്, അവിടെയാണ് കാര്യങ്ങൾ നമ്മൾ കുറച്ചും ഡീപ്പായിട്ട് നോക്കേണ്ടത്. മീഡിയ വണ്ടിൽ കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. എപ്സ്റ്റീൻ ഒരു മൊസാദ് ഏജന്റാണ് എന്ന വാദത്തിന് അടിസ്ഥാനമായി മാഗ ക്യാമ്പ് ഉയർത്തുന്ന പ്രധാന തെളിവ് എപ്സ്റ്റീൻ കേസുകളിലെ സഹകുറ്റവാളിയും എപ്സ്റ്റീൻ്റെ ഗേൾഫ്രണ്ടുമായ ഗിസലൈൻ മാക്സ്വെൽ തന്നെയാണ്. ഗിസലൈൻ മാക്സ്വെൽ ഇപ്പോൾ ജയിലിലാണ്. ഗിസലൈൻ ബ്രിട്ടീഷ് ബിസിനസ്സുകാരനായ റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകളാണ്. ചെക്കസ്ലോവാക്കിയയിൽ ജനിച്ച റോബർട്ട് മാക്സ്വെൽ നാസി വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ജൂത വംശജനാണ്. ബ്രിട്ടനിൽ അഭയം തേടിയ മാക്സ്വെൽ ഇസ്രായേൽ രാഷ്ട്രസ്ഥാപനത്തിന് മുന്നോടിയായി അവിടെയുള്ള സയനിസ്റ്റ് ഭീകര സംഘടനകൾക്ക് ആയുധം എത്തിച്ചു നൽകിയിരുന്നുവെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അക്കാലത്ത് ബ്രിട്ടീഷ് പട്ടാളത്തിലായിരുന്നു മാക്സ്വെൽ. പിന്നീട് വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ സ്വന്തമാക്കി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് MP-യുമായിരുന്നു. മുൻ മൊസാദ് ചാരനും ആയുധ കച്ചവടക്കാരനുമായ അരി ബെൻ മെനാഷിൻ്റെ പ്രശസ്തമായ പുസ്തകം പ്രോഫിറ്റ്സ് ഓഫ് വാർ, അതിനു മുമ്പ് ഇസ്രായേൽ ആണവായുധങ്ങളെപ്പറ്റി വെളിപ്പെടുത്തിയ ഇസ്രായേലിലെ ആണവശാസ്ത്രജ്ഞൻ മൊർദഖായ് വനൂനുവിനെ ഉദ്ധരിച്ചെഴുതിയ ദ സാംസൺ ഓപ്ഷൻ, ഇസ്രായേൽസ് ന്യൂക്ലിയർ ആഴ്സണൽ ആൻഡ് അമേരിക്കൻ ഫോറിൻ പോളിസി എന്നീ പുസ്തകങ്ങളിൽ മാക്സ്വെല്ലിൻ്റെ മൊസാദ് ബന്ധത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുണ്ട്. മൊർദഖായ് വനൂനുവിനെ മൊസാദ് ബ്രിട്ടനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മാക്സ്വെല്ലിൻ്റെ ഉടമസ്ഥതയിലുള്ള മിറർ പത്രത്തിലെ ചിലർക്കുള്ള പങ്കും പിന്നീട് വെളിയിൽ വന്നിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മാക്സ്വെല്ലിൻ്റെ മൊസാദ് ബന്ധം ചർച്ച ചെയ്യാനിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ റോബർട്ട് മാക്സ്വെൽ തൻ്റെ വിനോദ നൗകയിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. മരണകാരണം ഹൃദയസ്തംഭനവും മുങ്ങിമരണവുമാണ് എന്നൊക്കെയാണ് രേഖകളിൽ ഉള്ളതെങ്കിലും ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ആ മരണം. റോബർട്ട് മാക്സ്വെൽ ഇസ്രായേൽ സൂപ്പർ സ്പൈ, ദ ലൈഫ് ആൻഡ് മർഡർ ഓഫ് എ മീഡിയ മൊഗ്യൂൾ എന്ന മാക്സ്വെല്ലിൻ്റെ മരണത്തിന് 10 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ പുസ്തകത്തിൽ മാക്സ്വെല്ലിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ഉപയോഗിച്ചു പോന്ന പ്രോമിസ് എന്ന പേരിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഡ് വേർഷൻ ഇസ്രായേലിന് ഉൾപ്പെടെ മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് കൈമാറിയ കേസിലും മാക്സ്വെല്ലിൻ്റെ പങ്ക് പിന്നീട് വെളിപ്പെട്ടിരുന്നു. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇസ്രായേൽ അമേരിക്കയിൽ ചാരപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ആരോപണം. ഈ കേസിനെപ്പറ്റി അന്വേഷിച്ച് പുസ്തകം എഴുതിയ മാധ്യമപ്രവർത്തകൻ ഡാനി കാസലാറോയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. മാക്സ്വെൽ മരിച്ച ശേഷം മൃതദേഹം അടക്കം ചെയ്തത് ജെറൂസലേമിലെ ഒലിവ് മൗണ്ടിലാണ്. ഇവിടെ ഇസ്രായേലിലെ യുദ്ധവീരന്മാരെ സംസ്കരിക്കുന്ന സ്ഥലമാണ്. മാക്സ്വെല്ലിൻ്റെ സംസ്കാര ചടങ്ങിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇസ്ഹാഖ് ഷമീറും പ്രസിഡന്റ് ഷെയ്ം ഹെർസോഗുമൊക്കെ പങ്കെടുത്തിരുന്നു. മൊസാദിൻ്റെ അന്നത്തെ തലവന്മാരും മുൻ തലവന്മാരും ഒക്കെ പങ്കെടുത്ത സംസ്കാര ചടങ്ങ്. ഇസ്രായേലിന് വേണ്ടി മറ്റാരേക്കാളും മികച്ച സേവനം നൽകിയയാളെന്നാണ് ഇസ്ഹാഖ് ഷമീർ മാക്സ്വെല്ലിനെ അനുസ്മരിച്ചത്. വിശ്വസ്തനായ സേവകനെന്നായിരുന്നു ഹെർസോഗിൻ്റെ അനുസ്മരണം. ഇസ്രായേൽ പൗരത്വമുള്ള ആളായിരുന്നില്ല മാക്സ്വെൽ എന്നതും ശ്രദ്ധിക്കുക. ഒരേ സമയം മൊസാദിൻ്റെയും ബ്രിട്ടീഷ് ചാരസംഘടനയായ MI6-യുമായും KGB-യുമായും ബന്ധമുണ്ടായിരുന്നയാളാണ് മാക്സ്വെൽ എന്ന് തെളിയിക്കുന്ന നിരവധി രേഖകൾ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക രേഖകളായി തന്നെയുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങളെല്ലാം ഇസ്രായേലിന് വേണ്ടിയാണ് മാക്സ്വെൽ ഉപയോഗപ്പെടുത്തിയത്. റോബർട്ട് മാക്സ്വെല്ലിൻ്റെ മകൾ ഗിസലൈൻ മാക്സ്വെല്ലായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കാനും അവരെ ഉന്നതർക്ക് കാഴ്ചവെക്കാനും എപ്സ്റ്റീനെ സഹായിച്ചത്. ഗിസലൈനെ എപ്സ്റ്റീൻ കണ്ടുമുട്ടിയത് 1991 എന്നാണ് എപ്സ്റ്റീൻ കോടതിയിൽ കൊടുത്ത മൊഴി. എന്നാൽ ഇസ്രായേൽ ചാരനായി പ്രവർത്തിച്ച അരി ബെൻ മെനാഷ് പറയുന്നത് ഗിസലൈനെ എപ്സ്റ്റീന് 80കളിൽ തന്നെ താൻ പരിചയപ്പെടുത്തി എന്നാണ്. അതായത് നിങ്ങളിത് ഞാൻ പറഞ്ഞൊരു കോൺസ്പിറസി പോലെ കാണുന്നവർക്ക് അങ്ങനെ കാണാം. ഗിസ്ലീൻ മാക്സ്വെൽ ആണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ മുന്നിൽ വെച്ച് മൊസാദിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദ ഗ്ലോബൽ എലൈറ്റ്സ് ആയിട്ടുള്ള ഈ ആളുകൾക്ക് ഈ തേൻകെണി വെച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ എതിര് സാധനങ്ങൾ പറഞ്ഞു പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഇത് കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം ഇവിടെ നെഗോസിയേഷൻസ് ആണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ലോകരാജ്യങ്ങളും പിന്നെ ലോക തലവന്മാരും
അങ്ങനത്തെ വലിയ വലിയ ഡീംസൊക്കെ നടന്നത് നെഗോസിയേഷൻസ് ആണ്. അല്ലാതെ ഒന്നിക്ക് രണ്ടാമത്തേന് അങ്ങോട്ട് ഇടിച്ചു കുത്തി അടിച്ച് പിരിഞ്ഞു പോണ പരിപാടി. നെഗോസിയേഷൻസിന് ഏറ്റവും വലിയ എന്താ പറയുക, ബെഞ്ചിൽ വെക്കുന്ന ഫസ്റ്റ് ട്രംപ് കാർഡ് എന്താ ഒരു നെഗോസിയേഷൻ നടക്കുമ്പോൾ? സീക്രട്സ്. ഒരാളുടെ സ്വകാര്യ ജീവിതം. ലെറ്റ്സ് സേ ലോകത്തിലൊരു AB 2 പേരെടുത്തോ. ഒരാൾ ഭയങ്കര വലിയ സയൻറ്റിസ്റ്റാണ് A, B ഒരു ഭയങ്കര വലിയ രാജ്യത്തിൻ്റെ ഒരു തലവനായിട്ടിരിക്കുന്നൊരു വ്യക്തി. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇവരുടെ എന്തെങ്കിലും ഒരു ടോപ്പ് സീക്രട്സ് കയ്യിലുള്ള, ഇപ്പോൾ മൊസാദ് പോലത്തെ ഒരു ഇൻ്റലിജൻസ്, അവർക്ക് എന്തെങ്കിലും ഒരു നെഗോസിയേഷൻ ഒരു രാജ്യമായിട്ട് നടത്തണം. ഓക്കെ, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്പീരിയർ ലീഡറിൻ്റെയും സുപ്പീരിയർ സയൻറ്റിസ്റ്റിൻ്റെയും, സയൻറ്റിസ്റ്റുകളാണ് കേട്ടോ ലോകരാജ്യം. ലോകം തന്നെ ഇവരുടെ കയ്യിലാണ്. ഇവരാണ് ദ മെയിൻ മാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ. ഓക്കെ, ഇത് വേറെ അന്യ രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇവരുടെ ഈ ടോപ്പ് സീക്രട്ട്, എന്താ സീക്രട്ട്, പുറത്ത് വന്നാൽ നാറുന്ന സീക്രട്ട് എന്താ? അവരുടെ പ്രൈവറ്റ് ലൈഫ്, അവരുടെ പ്രൈവസിയിൽ അഴിഞ്ഞാടി അവരുടെ പ്രൈവറ്റ് ലൈഫ്. ഇത് വെച്ച് നെഗോഷിയേറ്റ് ചെയ്യാൻ മൊസാദിനെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു എക്കോസിസ്റ്റം അല്ലേ ജെഫ്രി എപ്സ്റ്റീൻ ബിൽഡ് ചെയ്തെടുത്തത്? ആണോ? അങ്ങനെയാണെങ്കിൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഈ ഭൂതം, ഈ ഭൂതത്തിൻ്റെ ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസ്, ഇതിൻ്റെ മെയിൻ കിങ് പിൻ എന്ന് പറയുന്നത് ഗിസ്ലീൻ മാക്സ്വെൽ ആണെങ്കിലോ? ഗിസ്ലീൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ ജെഫ്രി എപ്സ്റ്റീൻ്റെ പാർട്ട്ണർ, ഇവരെ പാർട്ട്ണർ ആക്കിയതും എപ്സ്റ്റീനെ വെച്ച് ഈ കളിപ്പിച്ചതൊക്കെ റോബർട്ട് മാക്സ്വെൽ, മൊസാദിൻ്റെ ദ സുപ്രീം സ്പൈ കൂടി അറിഞ്ഞിട്ട് ഇവർ ചെയ്ത ഒരു ഗെയിമാണെങ്കിലോ? അത് ആ കാലം മുതൽ 1980s മുതൽ ഈ പറഞ്ഞ 2015 വരെ ലോകത്തിലെ എല്ലാ സുപ്രീം ലീഡേഴ്സ്, എല്ലാ ഈ പറഞ്ഞ മെയിൻ പവർ പൊസിഷനിലിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒന്നില്ലെങ്കിൽ ഒന്ന് വേറെ വഴിക്ക് എല്ലാം കണക്റ്റഡാണ് ഇതിനകത്ത്. റെഫറൻസ് എങ്കിലും ഉണ്ട് എല്ലാത്തിൻ്റെയും. അപ്പോൾ ഇതൊരു ടോപ്പ് പരിപാടി മൊസാദ് എക്സിക്യൂട്ട് ചെയ്ത് ഇസ്രായേൽ ഇൻ്റലിജൻസ് വെച്ച് കളിച്ച കളിയായിട്ട് ഇപ്പം നിങ്ങൾക്ക് സംശയിക്കാൻ പറ്റുമോ? എൻ്റെ സംശയം അതിലാണ് പോയി നിന്നതും. എനിക്ക് കൂടുതലായിട്ട് ആ സംശയത്തിലാണ് ഇനി കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് താല്പര്യമുള്ളത്. പിന്നെ പലരും പറഞ്ഞു ഇതിനകത്ത് ഇന്ത്യയിൽ നിന്ന് ആരും അങ്ങനെ കാര്യമായിട്ടില്ല, അല്ലെങ്കിൽ മോദിയുടെയൊക്കെ പേരുകൾ അവിടെ ഇവിടെയും വേറെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഇസ്രായേൽ അതും അവിടെ ഇസ്രായേലാട്ടോ, മോദി ഇസ്രായേൽ സന്ദർശിക്കുന്ന കാര്യമാണ് അവിടെയും മെയിലിനകത്ത് എപ്സ്റ്റീൻ എന്ത് ചെയ്തിട്ടുള്ളത്, മെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോദി എന്ന് പറഞ്ഞൊരു ഫാക്ടർ, മോദി എന്ന് പറഞ്ഞ ഫാക്ടർ എപ്സ്റ്റീനുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കാര്യമായിട്ട് ഞാൻ ആ മോദി ഫാക്ടർ അങ്ങോട്ട് തള്ളി വയ്ക്കുന്നത്. പക്ഷേ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് അനിൽ അംബാനി എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. അനിൽ അംബാനി മാത്രമല്ല, ഹർപ്രീത് സിംഗ് പുരി, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഹർപ്രീത് സിംഗ് പുരി, ഈ വ്യക്തിയായിട്ടും കുറേ ഡയറക്റ്റ് സാധനങ്ങൾ ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് ഉണ്ട് എന്നുള്ളതും വേറൊരു ഫാക്റ്റാണ്. പക്ഷേ കുറച്ച് സംഘി ബെൽറ്റുകൾ ആ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ഡിനൈ ചെയ്ത് ഇല്ല, അതൊക്കെ ചുമ്മാ പേര് വന്ന എല്ലാവരും ഇതിനകത്തൊരു ഫാക്ടറാണോ എന്ന് ചോദിച്ചുള്ള രീതിയിൽ തള്ളി മാറ്റി വെച്ച് പോകുന്നതായിട്ട് കണ്ടു. പക്ഷേ കഴിഞ്ഞ ദിവസം ധ്രുവരാട്ട വീഡിയോനകത്ത് ഈ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട്, അതായത് അനിൽ അംബാനി 2017 ഫെബ്രുവരി മുതൽ 2019 ജൂൺ വരെ അനിൽ അംബാനിയും എപ്സ്റ്റീനും തമ്മിൽ നടത്തിയ ഇമെയിലുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഫയലിലുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കാണാം. और सबसे डिटेल्ड कनेक्शन यहां पर दिखा है अनिल अंबानी के साथ.
फरवरी 2017 से जून 2019 तक अंबानी और एप्स्टीन के बीच टेक्स्ट मैसेजेस और ईमेल्स डॉक्यूमेंटेड है। 2 मार्च 2017 को अंबानी ने एप्स्टीन को मैसेज किया था, विल नीड योर गाइडेंस ऑन डीलिंग विद व्हाइट हाउस फॉर इंडिया रिलेशनशिप एड डिफेंस कोऑपरेशन। इसी तरह 16 मार्च 2017 को अनिल अंबानी ने लिखा था, लीडरशिप वुड लाइक योर हेल्प फॉर मी टू मीट जैरेड एंड बैनन एसैप। यहां पर जैरेड कश्नर ट्रंप के दामाद थे, जो उनके सीनियर एडवाइजर भी थे, और लोग अज्यूम कर रहे हैं कि लीडरशिप का मतलब यहां पर इंडियन गवर्नमेंट के ऑफिशियल्स था। मई 2019 में अंबानी पर्सनली एप्स्टीन के मैनहट्टन वाले घर में भी गए थे। 14 मई और 20 मई के बीच इन्होंने 23 मई के लिए एक मीटिंग भी कोऑर्डिनेट की थी, जिस दिन लोकसभा चुनावों का रिजल्ट आना था। भारतीय जनता पार्टी ने मोदी की अगुवाई में देश में एक बार फिर प्रचंड बहुमत हासिल कर लिया है। 20 मई को एप्स्टीन ने ट्रंप के फॉर्मर चीफ स्ट्रैटेजिस्ट स्टीव बैनन को एक मैसेज भी भेजा था कि मोदी किसी को उनसे 23 को मिलने भेज रहे हैं। इन फाइल्स के हिसाब से 23 मई को शाम के 8:21 पर अनिल अंबानी एप्स्टीन के मैनहट्टन वाले घर पहुंचे थे, और इसके 2 ईमेल्स एप्स्टीन फाइल्स में मौजूद हैं। एक अनिल अंबानी के सेक्रेटरिएट से और दूसरा एप्स्टीन के असिस्टेंट से। इसी दिन रात को 12:21 पर एप्स्टीन ने बैनन को एक मैसेज भेजा था। इसमें लिखा था, रियली इंटरेस्टिंग मोदी मीटिंग। और इसी मैसेज में एप्स्टीन बैनन को कहता है कि इस आदमी ने कहा कि नो वन इन वॉश स्पीक्स टू हिम एंड हाउएवर हिज मेन एनिमी इज चाइना एंड देयर प्रॉक्सी इन द रीजन पाकिस्तान टोटली बायस इनटू योर विजन। 2 चीजों पर ध्यान दो आप इस मैसेज में। पहला है G20 की बात करी गई है कि इंडिया 2022 में G20 होस्ट करेगा, और दूसरा पहले 2 शब्द देखो क्या लिखे हैं, हिज गाय, यानी कि अनिल अंबानी को नरेंद्र मोदी का आदमी बताया गया है। इसी दिन रात को 1:05 पर एप्स्टीन ने अंबानी को एक मैसेज भेजा, टुडे वाज अ ट्रीट, नाइस सीइंग यू। और सुबह के 4 से 4:30 बजे के बीच एप्स्टीन ने बैनन को लिखा, हिज फोकस वांट्स टू बी स्टॉपिंग चाइना, आई कैन सेट, यू शुड मीट विद मोदी। अगले दिन सुबह 10:23 पर एप्स्टीन ने अंबानी को मैसेज भेजा, आई थिंक मिस्टर मोदी माइट एंजॉय मीटिंग स्टीव बैनन, यू ऑल शेयर द चाइना प्रॉब्लम। और शाम को 4:14 पर सबसे शॉकिंग चीज, एप्स्टीन वापस बैनन को मैसेज करता है, मोदी ऑन बोर्ड। ध्यान से इस कॉन्वर्सेशन को पढ़कर देखिए दोस्तों, इसके क्या मायने हैं। एक इंडियन बिजनेसमैन ट्रंप एडमिनिस्ट्रेशन तक पहुंचने के लिए एक कॉन्विक्टेड रेपिस्ट को इस्तेमाल कर रहा था। അതായത് ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ചാറ്റുകൾ വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട്, അനിൽ അംബാനി ദ മോഡി മൗത്ത് പീസായിട്ട് ഈ പറഞ്ഞ എപ്സ്റ്റീൻ്റെ അടുത്ത് ചെന്നതാണോ എന്നുള്ളൊരു സംശയം. അതായത് എവിടെയും മോദി ഡയറക്റ്റ്ലി എപ്സ്റ്റീനായിട്ട് സംസാരിച്ചിട്ടില്ല, എപ്സ്റ്റീനായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല, ബട്ട് ദ മോദി പേഴ്സൺ എന്നുള്ള രീതിക്ക് കാണിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞ അനിൽ അംബാനിയെയാണ് എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അത് ഞാനിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മോദിക്ക് ഡയറക്റ്റ്ലി ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസിനകത്ത് ഒരു രേഖകളും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിൽ മോദിയുടെ പരാമർശങ്ങൾ വന്നു പോയതുകൊണ്ട് ജസ്റ്റ് ബാക്കിയുള്ളവരുടെ പരാമർശം പോലെ തന്നെ കണ്ട് വിട്ടൊഴിവാക്കുക എന്നുള്ള രീതിക്ക് മാത്രം എടുക്കാനേ അത് സാധിക്കുന്നുള്ളൂ. അല്ലാത്ത കോൺസ്പിറസിക്കൊന്നും ചെല്ലാനുള്ള ഒരു താല്പര്യം എനിക്കും പേഴ്സണലി ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് കൂടുതൽ എൻ്റെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത് ദ മൊസാദ് ഫാക്ടറിലാണ്. ഓക്കെ, ദ ഇസ്രായേൽ ഫാക്ടറിലാണ്. അപ്പം ഇസ്രായേൽ ചെറിയ മീനല്ല എന്നുള്ളത് ഏറെക്കുറെ എനിക്ക് എപ്സ്റ്റീൻ ഫയൽസ് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിയൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറ. എനിക്ക് ഈ സംഗതി ഡിസ്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും ചിന്തകളൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഞാൻ ഈ സംഗതി ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്. ഇത് പേഴ്സണൽ ലൈഫൊന്നും ഡ്രോപ്പ് ചെയ്യാണ്. ഞാൻ ഇനി ഇത് എടുത്ത് നോക്കുന്നുമില്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുമില്ല. ഓക്കെ, കാരണം ഇത് ഭയങ്കര സമയം തിന്നുന്ന, നമ്മളെ സ്ട്രെസ്ഡ് ഔട്ട് ആക്കുന്ന, നമ്മളെ ഒരുപാട് അനാവശ്യമായി നമുക്കിതൊന്നും ചിന്തിച്ചിരുന്നിട്ട് നമുക്ക് ലൈഫിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ലാത്തൊരു ഐറ്റം ഇത്രയും ദിവസം എന്തിനു പിന്നാലെ ഓടിയെന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ആക്കിയപ്പോൾ എനിക്കത് സമാധാനമായി, കാരണം ഇതിന്ന് കുറച്ച് അരി കിട്ടൂല. ഓക്കെ, ബൈ.